എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ പുറത്തേക്കൊന്ന് നോക്കൂ. ഇപ്പോൾ വെയിലാണോ, മഴയാണോ, അതോ മഞ്ഞാണോ? ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ അന്തരീക്ഷാവസ്ഥ എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല, അല്ലേ? കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ വരാം, അല്ലെങ്കിൽ കാറ്റടിക്കാം. ഇങ്ങനെ ഒരു സ്ഥലത്ത് കുറഞ്ഞ സമയത്തേക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയെയാണ് നമ്മൾ വെതർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. എന്നാൽ ഒരു വലിയ പ്രദേശത്ത് ഒരുപാട് കാലം, അതായത് ഏകദേശം 35-40 വർഷം അനുഭവപ്പെടുന്ന ശരാശരി ദിനാന്തരീക്ഷ സ്ഥിതിയെയാണ് നമ്മൾ കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാലാവസ്ഥയും ദിനാന്തരീക്ഷ സ്ഥിതിയും ഒന്നല്ല കേട്ടോ. ഇത് SSLC ജിയോഗ്രഫിയിലെ ഒന്നാമത്തെ പാഠമാണ്. ഈ കാലാവസ്ഥയെയും ദിനാന്തരീക്ഷ സ്ഥിതിയെയും സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ടെമ്പറേച്ചർ അഥവാ താപനില, പ്രഷർ അഥവാ മർദ്ദം, വിൻഡ് അഥവാ കാറ്റ്, ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്നിവയാണ് അവ. ഇവയെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് സൂര്യപ്രകാശത്തെയാണ്. നമുക്കിവ ഓരോന്നിനെയും കുറിച്ച് പഠിച്ചാലോ? റെഡിയല്ലേ? കൊള്ളാം. ആദ്യം നമുക്ക് താപനിലയെക്കുറിച്ച് സംസാരിക്കാം. അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ. ഭൂമിക്ക് ഊർജം കിട്ടുന്ന ഒരേയൊരു ഉറവിടം സൂര്യനാണ്. സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഊർജമുണ്ടാകുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന ഊർജം ചെറിയ തിരമാലകൾ പോലെ അഥവാ ഷോർട്ട് വേവ്സ് പോലെയാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻസൊലേഷൻ അഥവാ സൗരവികിരണം എന്ന് പറയുന്നത്. ഈ വരുന്ന സൗരവികിരണം കൊണ്ട് അന്തരീക്ഷം നേരിട്ട് ചൂടുപിടിക്കുന്നില്ല. പകരം ഭൂമിയുടെ ഉപരിതലം ആദ്യം ചൂടുപിടിക്കുന്നു. എന്നിട്ട് ഈ ചൂട് പല രീതിയിൽ അന്തരീക്ഷത്തിലേക്ക് പകരുന്നു. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ എന്നിവയാണ് ആ രീതികൾ. ഭൂമിയിലേക്ക് വരുന്ന ചൂട് മുഴുവൻ ഇവിടെ തങ്ങി നിൽക്കുന്നില്ല. വന്ന ചൂട് മുഴുവൻ രാത്രിയാകുമ്പോഴേക്കും തിരിച്ചു പോകുന്നു. ഇതിനെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ വരുന്ന ചൂടും പോകുന്ന ചൂടും തമ്മിലുള്ള ഒരു ബാലൻസിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഭൂമി ഒരുപാട് ചൂടാവുകയോ ഒരുപാട് തണുത്തുപോകുകയോ ചെയ്യാതെ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി നിലനിൽക്കുന്നത്. കൊള്ളാമല്ലേ? ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില സാധാരണയായി ഉച്ചയ്ക്ക് 2 മണിക്കും ഏറ്റവും കുറഞ്ഞ താപനില സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടുമുൻപുമാണ് രേഖപ്പെടുത്തുന്നത്. താപനില അളക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് തെർമോമീറ്റർ. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയതും കുറഞ്ഞതുമായ താപനില അറിയാമെങ്കിൽ നമുക്ക് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അഥവാ ദൈനിക താപാന്തരം കണ്ടുപിടിക്കാം. കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനില കുറച്ചാൽ മതി. അതുപോലെ ഇവ രണ്ടും കൂട്ടിയിട്ട് പകുതിയെടുത്താൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ അഥവാ ദൈനിക ശരാശരി താപനില കിട്ടും. ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയല്ല താപനില. ഭൂമധ്യരേഖയുടെ അടുത്ത് ചൂട് കൂടുതലും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ചൂട് കുറഞ്ഞുവരും. എന്തുകൊണ്ടാണിത്? ഭൂമിയുടെ ഗോളാകൃതി കാരണം സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ നേരെയും ധ്രുവങ്ങളിലേക്ക് ചരിഞ്ഞുമാണ് പതിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ 3 താപീയ മേഖലകളായി തിരിച്ചിട്ടുണ്ട്: ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല എന്നിങ്ങനെ. ഉയരം കൂടുന്തോറും താപനില കുറയും. അതുകൊണ്ടാണ് ഊട്ടിയിലും മൂന്നാറിലുമൊക്കെ നല്ല തണുപ്പനുഭവപ്പെടുന്നത്. അതുപോലെ കര കടലിനേക്കാൾ വേഗത്തിൽ ചൂടാവുകയും തണുക്കുകയും ചെയ്യും. സമുദ്രത്തിൽ നിന്ന് അകന്നു പോകുന്തോറും ഈ വ്യത്യാസം കൂടും. ഇനി നമുക്ക് അടുത്ത ഘടകത്തിലേക്ക് പോകാം. അറ്റ്മോസ്ഫറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം. വായുവിന് ഭാരമുണ്ട്. ഈ ഭാരം കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണിത്. ഇത് അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. താപനിലയും ഉയരവും അന്തരീക്ഷത്തിലെ ജലാംശം അഥവാ ഹ്യൂമിഡിറ്റിയും ഇതിനെ സ്വാധീനിക്കുന്നു. ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയും, ഉയരം കൂടുമ്പോഴും മർദ്ദം കുറയും. അതുകൊണ്ടാണ് മല കയറുമ്പോൾ നമ്മുടെ ചെവി അടയുന്നതുപോലെ തോന്നുന്നത്. താപനിലയിലുള്ള വ്യത്യാസം പോലെ തന്നെ ഭൂമിയിൽ ചില പ്രത്യേക അക്ഷാംശങ്ങളിൽ അഥവാ ലാറ്റിറ്റ്യൂഡ്സിൽ ഉയർന്ന മർദ്ദവും കുറഞ്ഞ മർദ്ദവുമുള്ള മേഖലകളുണ്ട്. ഇവയെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നു. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് എന്നിങ്ങനെ. ഈ മർദ്ദവ്യത്യാസങ്ങളാണ് കാറ്റുകൾ ഉണ്ടാകാൻ കാരണം. അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് കാറ്റുകൾക്ക് കാരണം എന്ന് നമ്മൾ പറഞ്ഞു.
വായു എപ്പോഴും ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്കാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ തിരശ്ചീനമായി അഥവാ ഹൊറിസോണ്ടലായി ചലിക്കുന്ന വായുവിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. കാറ്റിന്റെ വേഗതയും ദിശയും പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിലൊന്നാണ് കൊറിയോലസ് ഫോഴ്സ്. ഭൂമി കറങ്ങുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ബലമാണിത്. ഇത് കാരണം കാറ്റ് ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും തിരിയും. കാറ്റുകളെ നമുക്ക് പലതായി തിരിക്കാം. പ്രധാനമായും 4 തരം കാറ്റുകളുണ്ട്. 1. പെർമനന്റ് വിൻഡ്സ് അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ. ഇവ വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണിവ. ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലീസ്, പോളാർ വിൻഡ്സ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. 2. പീരിയോഡിക് വിൻഡ്സ്, അതായത് കാലികവാദങ്ങൾ. ഋതുക്കൾക്കനുസരിച്ചോ ദിവസത്തിന്റെ സമയത്തിനനുസരിച്ചോ ദിശ മാറുന്ന കാറ്റുകൾ. ഇവയിൽ കരക്കാറ്റും കടൽക്കാറ്റും അതുപോലെ നമ്മുടെ മൺസൂൺ കാറ്റുകളും പെടുന്നു. 3. ലോക്കൽ വിൻഡ്സ്, അതായത് പ്രാദേശികവാദങ്ങൾ. ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകൾ. ഉത്തരേന്ത്യയിൽ വീശുന്ന ലൂ, യൂറോപ്പിലെ ഫോൺ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. 4. വേരിയബിൾ വിൻഡ്സ് അല്ലെങ്കിൽ അസ്ഥിരവാദങ്ങൾ. പ്രത്യേക ദിശയില്ലാത്ത എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന കാറ്റുകൾ. സൈക്ലോണുകളും ആന്റി സൈക്ലോണുകളും ഇതിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് കാലാവസ്ഥയുടെ അടുത്ത ഘടകമായ ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രതയെക്കുറിച്ച് പഠിക്കാം. അന്തരീക്ഷത്തിലുള്ള ജലാംശത്തെയാണ് നമ്മൾ ആർദ്രത എന്ന് പറയുന്നത്. സൂര്യന്റെ ചൂടുകൊണ്ട് ഭൂമിയിലെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. ഒരു നിശ്ചിത താപനിലയിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിക്കൊരു പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി കൊണ്ട് പൂരിതമാകുന്ന അവസ്ഥയെ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നു. ഈ സമയത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആയിരിക്കും. ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷം തണുക്കുമ്പോൾ ഈ നീരാവി ഘനീഭവിച്ച്, അതായത് കണ്ടൻസേഷൻ, വെള്ളത്തുള്ളികളായി മാറുന്നു. ഇതിന്റെ പല രൂപങ്ങളാണ് നമ്മൾ കാണുന്ന മഞ്ഞ്, അതായത് ഡ്യൂ, തുഷാരം അല്ലെങ്കിൽ ഫ്രോസ്റ്റ്, മൂടൽമഞ്ഞ് അല്ലെങ്കിൽ ഫോഗ്, പിന്നെ മേഘങ്ങളും, അതായത് ക്ലൗഡ്സ്. മേഘങ്ങൾ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾക്ക് ചുറ്റും നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന ചെറിയ വെള്ളത്തുള്ളികളാണ്. ഇവയ്ക്ക് ഭാരം വളരെ കുറവായതുകൊണ്ടാണ് അവ ആകാശത്ത് തങ്ങി നിൽക്കുന്നത്. മേഘങ്ങളെ അവയുടെ രൂപത്തിന്റെയും ഉയരത്തിന്റെയും അടിസ്ഥാനത്തിൽ പലതായി തിരിച്ചിട്ടുണ്ട്. സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്, നിംബസ് എന്നിവയാണ് പ്രധാനപ്പെട്ടവ. നിംബസ് മേഘങ്ങളാണ് സാധാരണയായി മഴ പെയ്യിക്കുന്നത്. ഇനി എങ്ങനെയാണ് മഴ പെയ്യുന്നത്? മേഘങ്ങളിലെ വെള്ളത്തുള്ളികൾ തുടർന്നും ഘനീഭവിച്ച് വലുതാകുമ്പോൾ അവയ്ക്ക് അന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. അപ്പോൾ അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം എന്നിവയെല്ലാം വർഷണത്തിന്റെ പല രൂപങ്ങളാണ്. മഴ തന്നെ 3 തരത്തിലുണ്ട്. 1. ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ ശൈലവൃഷ്ടി. ഈർപ്പമുള്ള കാറ്റ് പർവ്വതങ്ങളിൽ തട്ടി ഉയർന്ന് തണുത്തു മഴ പെയ്യുന്നതാണിത്. കേരളത്തിൽ മൺസൂൺ മഴ ലഭിക്കുന്നത് ഇങ്ങനെയാണ്. 2. കൺവെക്ഷണൽ റെയിൻഫോൾ അല്ലെങ്കിൽ സംവഹനവൃഷ്ടി. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്ന് തണുത്തു മഴ പെയ്യുന്നത് ഇതാണ്. വേനൽക്കാലത്ത് ഉച്ചകഴിഞ്ഞ് ഇടിയോടുകൂടി പെയ്യുന്ന മഴ ഇതാണ്. 3. സൈക്ലോണിക് റെയിൻഫോൾ അല്ലെങ്കിൽ ചക്രവാതവൃഷ്ടി. ചുഴലിക്കാറ്റുകളുടെ ഫലമായി ഉണ്ടാകുന്ന മഴ. അപ്പോൾ സൂര്യൻ എന്ന ഒരൊറ്റ ഊർജ്ജ സ്രോതസ് എങ്ങനെയാണ് താപനില, മർദ്ദം, കാറ്റ്, മഴ തുടങ്ങിയ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഭൂമിക്ക് അതിൻ്റെതായ ഒരു സന്തുലിതാവസ്ഥയുണ്ട്. പക്ഷെ മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം ഈ ബാലൻസ് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത പാഠങ്ങളിൽ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8060663663 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായിട്ട് അടിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.